ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ട്രഡീഷണൽ വെയർ. അതായത് ടെമ്പിളിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷനോ കല്യാണോ കുടിയിരിക്കലോ അത് ഹൗസ് എനിത്തിങ് എൻഗേജ്മെന്റ് ഫംഗ്ഷൻസ് എന്തിനാ നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ ഈ പ്രോഡക്ട്സിന് മൊത്തം ഉള്ളത് ഈ എന്താണ് ഓർണമെന്റ്സും ഇതും എല്ലാം മീഷോ പ്രോഡക്ട്സ് ആണ്. ഈ വേർമുടി അടക്കം വേർമുടിയാണ്, എൻ്റെ ഒറിജിനൽ മുടിയൊന്നുമല്ല. അതേപോലെ ഞാൻ പേരെതിലുള്ള ടെമ്പിൾ ആക്സസറീസ് ഇതൊക്കെ മീഷോ ആണ്. ഇത് മീഷോ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യൂ, ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ലഹങ്കയാണ്. ഫുള്ള് കാണിച്ചു തരാവേ. പഫ് സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളി. ഇപ്പം നിങ്ങൾ കണ്ടതിൻ്റെ പിന്നിൽ കുറച്ച് കഷ്ടപ്പാടുകളാണ് ഞാൻ ഇനി കാണിക്കാൻ പോണത്. ഇത് ഞാൻ ഏകദേശം 1 വർഷമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച ലെഹങ്കയാണ്. പക്ഷെ അതിന് ഈ ഹുക്ക് പിടിപ്പിക്കേണ്ട കാരണം മാത്രം മടിച്ചിരുന്നതാണ്. അതിൻ്റെ ഈ ബ്ലൗസിൻ്റെയും അതുപോലെ സ്കേർട്ടിൻ്റെയും ഹുക്ക് പിടിപ്പിക്കാൻ മടിയായതുകൊണ്ട് അതങ്ങനെ വെച്ചിരുന്ന് പോയി 1 ഇയർ ആയി ഏകദേശം. ഞാനൊരു ഫംഗ്ഷന് വാങ്ങിച്ചായിരുന്നു, മീഷോന്ന് ഓർഡർ ചെയ്താണ്. പക്ഷെ അത് അങ്ങനെ ഇരുന്ന് പോയി മടി കാരണം. പിന്നെ മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് ചെയ്ത എല്ലാ ഭാഗവും നന്നായിട്ട് അയൺ ചെയ്യാന്നുള്ളതാണ്. എങ്കിലേ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നല്ല വൃത്തിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. പ്രിൻസസ് കട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഓപ്പൺ ആണ്. അതുപോലെ പഫ് സ്ലീവ്സും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്കേർട്ടും അതേപോലെ എല്ലാ പ്ലീറ്റ്സും നല്ല വൃത്തിക്ക് അയൺ ചെയ്യുക. അപ്പോഴേ നമ്മൾ ഇത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഓരോ പ്ലീറ്റ്സും എടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദുപ്പട്ട പ്ലസ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ്. ദുപ്പട്ട നെറ്റിൻ്റെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയാലോ. അങ്ങനെ ബ്ലൗസും സ്കേർട്ടും ഒക്കെ ഇട്ട് അതിന് ഹുക്കൊക്കെ ഒന്ന് റെഡിയാക്കി. ഇതാണ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നമുക്കിതിന് ഞാൻ ക്യാനൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുത്തു. എന്നാലും വേണ്ടില്ല. പിന്നെ ഇതിന് ഷോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ നമുക്ക് മേക്കപ്പിലോട്ട് പോകാം. ചെറുതായിട്ട് തട്ടിക്കൂട്ടി ഒരു മേക്കപ്പൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പിന്നെ നമ്മളൊരു പൊട്ടോ ഒക്കെ അങ്ങ് ഇട്ട്. ലിപ്സ്റ്റിക്കിൻ്റെ കഴിഞ്ഞില്ലല്ലേ, എന്തൊരു ഇടലാണ്. പിന്നെ പൊട്ടൊക്കെ ഇട്ട് കേട്ടോ. അങ്ങനെ സുന്ദരിയായില്ലേ എന്നൊക്കെ ഒന്ന് നോക്കി. അടുത്ത നമ്മൾ ആക്സസറീസ് ആണ്. ടെമ്പിൾ ജ്വല്ലറിയാണ് ഞാൻ അതിലേക്ക് പെയർ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ മീഷോന്ന് വാങ്ങിച്ചു തന്നെയാണ്. ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ എല്ലാം അഫോർഡബിൾ റേറ്റിലാണ്. സോ ഹിയർ കംസ് അവർ കംപ്ലീറ്റ് ലുക്ക് ഇൻ ലെഹങ്ക. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം. എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ തന്നെ സൗന്ദര്യമൊക്കെ നോക്കി. അയ്യോ, പഫ് കൈ, നല്ല അടിപൊളി ബ്ലൗസും ഒക്കെ. അങ്ങനെ പിന്നെ കുറച്ച് ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെ മ്യൂസിക് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ തന്നെ മ്യൂസിക് ഇട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഷോൾ ഇത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചിട്ട് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ നല്ല രസമില്ലേ? അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കൂടി ആയിട്ട് ഈ കലാപരിപാടി ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയ ഡ്രസ്സും ഡ്രസ് കോഡും അല്ലെങ്കിൽ മേക്കപ്പ് ലുക്കും നല്ല വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അതുവരേക്കും ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഓൾ. ബൈ.